നമ്മളെ ഫ്ലൂയിഡ് മെഷീനറിയിലെ മൊഡ്യൂൾ 2 അടുത്ത ടോപ്പിക്കാണ് മിനിമം സ്പീഡ് ഫോർ സ്റ്റാർട്ടിങ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. അതായത് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ആവശ്യമുള്ള മിനിമം സ്പീഡ് എത്രയെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ കോൺസെപ്റ്റ് അറിയാം, അല്ലെങ്കിൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഉണ്ടാവുന്ന പ്രഷർ റൈസാണ്. പ്രഷർ റൈസിന് കാരണമാവുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രഷർ റൈസ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പെർട്ടിക്കുലർ എക്സ്റ്റേണൽ സോഴ്സ് വെച്ചിട്ട് നമ്മൾ ഇമ്പല്ലറിനെ കറക്കുമ്പോൾ അവിടെ പ്രഷർ റൈസ് ഉണ്ടാവുന്നുണ്ട്. അതാണ് അവിടെ ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഉണ്ടായിട്ടാണ് പ്രഷർ റൈസ് ഉണ്ടാവുന്നത്. ആ പ്രഷർ റൈസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ, ഒരു പെർട്ടിക്കുലർ പോയിന്റിലുള്ള പ്രഷർ റൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പമ്പിനകത്ത് ദാറ്റ് വുഡ് ബി ഈക്വൽ ടു ദ സ്ക്വയർ ഓഫ് ടാൻജൻഷ്യൽ വെലോസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഈ ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേസ് വെച്ച് പറയുകയാണെങ്കിൽ ഇഫ് ദ പ്രഷർ റൈസ് ഇൻ ദി ഇമ്പല്ലർ ഈസ് മോർ ദാൻ ഓർ ഈക്വൽ ടു മാനോമെട്രിക് ഹെഡ്, ദ സെൻട്രിഫ്യൂഗൽ പമ്പ് വിൽ സ്റ്റാർട്ട് ഡെലിവറിങ് വാട്ടർ. അതായത് ഒരു ഇമ്പല്ലറിൻ്റെ അകത്ത് റൈസ് ചെയ്യണ പ്രഷർ റൈസ് എന്ന് പറയുന്നത് മോർ ദാൻ ഓർ ഈക്വൽ ടു മാനോമെട്രിക് ഹെഡ്. മാനോമെട്രിക് ഹെഡിന് ഈക്വലോ അതിൽ കൂടുതലോ ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പ് വിൽ സ്റ്റാർട്ട് ഡെലിവറിങ് വാട്ടർ. അതായത് പമ്പ് വാട്ടർ ഡെലിവർ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതർവൈസ് ഇല്ല എങ്കിൽ, അതായത് നമ്മളെ ഇമ്പല്ലറിനകത്ത് റൈസ് ചെയ്യണ പ്രഷർ എന്ന് പറയുന്നത് മാനോമെട്രിക് ഹെഡിന് ഈക്വലോ അതിൽ കൂടുതലോ അല്ലെങ്കിൽ ദ പമ്പ് വിൽ നോട്ട് ഡിസ്ചാർജ് എനി വാട്ടർ ദോ ദ ഇമ്പല്ലർ ഈസ് റൊട്ടേറ്റിംഗ്. സപ്പോസ് നമ്മളെ പമ്പിൻ്റെ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, ബട്ട് ആ ഇമ്പല്ലറിൻ്റെ റൊട്ടേഷൻ കൊണ്ട് ആ ഇമ്പല്ലറിനകത്തുള്ള വാട്ടറും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അവിടെ ആ വാട്ടറിന് ഒരു പ്രഷർ റൈസ് ചെയ്യാൻ കഴിയുന്നില്ല. എത്ര പ്രഷർ? മാനോമെട്രിക് ഹെഡിന് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ടോ ഒരു പ്രഷർ റൈസ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പമ്പ് എന്താണ്, വാട്ടർ ഡെലിവർ ചെയ്യില്ല എന്നാണ് കോൺസെപ്റ്റ്. അപ്പോൾ പമ്പ് ഡെലിവർ ചെയ്യണമെങ്കിൽ നമുക്കൊരു പമ്പ് ഉണ്ടെങ്കിൽ സെൻട്രിഫ്യൂഗൽ പമ്പിൽ ആ സെർട്ടൻ പമ്പിനനുസരിച്ചുള്ള ഒരു മാനോമെട്രിക് ഹെഡ് ഉണ്ടാവും. ആ മാനോമെട്രിക് ഹെഡിന് ഈക്വൽ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടോ എന്താണ് അവിടെ പ്രഷർ റൈസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ദ സെൻട്രിഫ്യൂഗൽ പമ്പ് സ്റ്റാർട്ട്സ് ഡെലിവറിങ് വാട്ടർ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇത് ചെയ്യാനായിട്ട് ഡെറിവേഷനാണ് മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് കാണാനായിട്ട് നമുക്ക് ആ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾക്കറിയാം, വി നോ ദാറ്റ് ഇൻ കേസ് ഓഫ് എ ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോയിൽ ദ സെൻട്രിഫ്യൂഗൽ ഹെഡ് ഓർ ദ ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ദി ഇമ്പല്ലർ. അവിടെ ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ദി ഇമ്പല്ലർ, പ്രഷർ റൈസിൻ്റെ മൂലമാണ് അവിടെ ഹെഡ് ഉണ്ടാവുന്നത്. അതിനെയാണ് സെൻട്രിഫ്യൂഗൽ ഹെഡ് എന്നും പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോൻ്റെ കേസാണ് എടുക്കുന്നത്. അപ്പോൾ ഫോഴ്സ്ഡ് വോർട്ടെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ സ്ക്വയർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു പെർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ഇമ്പല്ലറിൻ്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് 2 പോയിന്റ് എടുക്കുക, ഇൻലെറ്റ് ഔട്ട്ലെറ്റിന് എടുക്കും. അപ്പോൾ നമുക്ക് എഴുതാം ഔട്ട്ലെറ്റിലുള്ള ടാൻജൻഷ്യൽ വെലോസിറ്റിയുടെ ഹെഡ് മൈനസ് ഇൻലെറ്റിലുള്ള ടാൻജൻഷ്യൽ വെലോസിറ്റി ഹെഡ് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഒമേഗ സ്ക്വയർ R2 സ്ക്വയർ ബൈ 2G മൈനസ് ഒമേഗ സ്ക്വയർ R1 സ്ക്വയർ ബൈ 2G. ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റിയാണ്, R2 എന്ന് പറഞ്ഞാൽ ഔട്ട്ലെറ്റിലെ റേഡിയസ് ആണ് അല്ലേ. അതുപോലെ R1 എന്ന് പറഞ്ഞാൽ ഇൻലെറ്റിലെ റേഡിയസ് ആണ്, ബൈ 2G എന്ന് എഴുതാം. ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. നമുക്കറിയാം ഒമേഗ R2 എന്ന് പറഞ്ഞാൽ എന്താണ്, ടാൻജൻഷ്യൽ വെലോസിറ്റി ഇമ്പല്ലർ അറ്റ് ഔട്ട്ലെറ്റ് ആണ്, ദാറ്റ് ഈസ് U2 ആണെന്ന് എഴുതാം. ഒമേഗ R1 എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ് ആണ്, ദാറ്റ് ഈസ് U1 എന്ന് എഴുതാം. അപ്പോൾ ദെയർഫോർ ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ദി ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്. അപ്പോൾ ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ദ ഇമ്പല്ലർ നമുക്ക് എങ്ങനെ എഴുതാം, ഈ ഒമേഗ ആറിന് പകരം എന്താണ് U എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഒമേഗ R2 എന്ന് പറയുമ്പോൾ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് U2 സ്ക്വയർ ബൈ 2G മൈനസ് ഇവിടെ ഒമേഗ R1 പകരം ഒമേഗ സ്ക്വയർ R1 സ്ക്വയറിന് പകരം U1 സ്ക്വയർ ബൈ U1 സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ U1 സ്ക്വയർ ബൈ 2G എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ദ ഇമ്പല്ലർ എന്ന് പറയുന്നത്. സോ നമുക്ക് എന്താണ് കണ്ടീഷൻ, എന്താണ് പറഞ്ഞത്, ദ ഫ്ലോ ഓഫ് വാട്ടർ വിൽ കമൻസ് ഓൺലി ഇഫ് അല്ലേ. അതായത് വാട്ടറിൻ്റെ ഫ്ലോ വരും എപ്പോഴാണ്, അതായത് പമ്പ് ഡെലിവർ ചെയ്യണം, പമ്പ് സ്റ്റാർട്ട്സ് ഡെലിവറിങ് എപ്പോഴേ വരുള്ളൂ, ദ ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ദ ഇമ്പല്ലർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാനോമെട്രിക് ഹെഡ് എന്ന് പറഞ്ഞത് അല്ലേ. അതായത് ഇമ്പല്ലറിനകത്ത് റൈസ് ചെയ്യണ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, ഒന്നില്ലെങ്കിൽ മാനോമെട്രിക് ഹെഡിന് ഈക്വലോ അതിൽ കൂടുതലോ ആവണം അല്ലേ. അതാണ് ഇപ്പോൾ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ മാനോമെട്രിക് ഹെഡ് ആണെങ്കിലേ പ്രഷർ റൈസ് ചെയ്യുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ആസ് പെർ ദിസ് കണ്ടീഷൻ എന്താ, ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ദി ഇമ്പല്ലർ നമ്മൾ എഴുതി U2 സ്ക്വയർ ബൈ 2G മൈനസ് U1 സ്ക്വയർ ബൈ 2G ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു HM എന്ന് എഴുതാം. അപ്പോൾ കണ്ടീഷൻ എന്താണ്, ഫോർ മിനിമം സ്പീഡിന് എന്തായിരിക്കണം, ഇപ്പോൾ ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ആണെങ്കിലാണ് അവിടെ വാട്ടർ ഡെലിവർ ചെയ്യുള്ളൂ. അപ്പോൾ മിനിമം സ്പീഡിന് എന്തായിരിക്കണം, ഈ ഹെഡ്
ഡ്യൂ ടു പ്രഷറൈസ് ഇൻ ദി ഇമ്പല്ലർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം? എച്ച് എമ്മിന് ഈക്വൽ ആയിരിക്കണം. അതാണ് പറയുന്നത് ഫോർ മിനിമം സ്പീഡ് വി മസ്റ്റ് ഹാവ് u2 സ്ക്വയർ ബൈ 2g മൈനസ് u1 സ്ക്വയർ ബൈ 2g ഈക്വൽ ടു എച്ച് എം എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തു. ഇവിടെ u2 ഇതാണ് കണ്ടീഷൻ അല്ലേ, മിനിമം സ്പീഡ്. ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിന് ഒരു മിനിമം സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ റൈസ് ചെയ്യണ പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞാൽ മാനോമീറ്റർ ഹെഡിന് ഈക്വൽ ആയാലേ പമ്പിന് ഒരു മിനിമം സ്പീഡ് ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഇവിടെയുള്ള ഓരോ ടേമും നമുക്ക് കണ്ടുപിടിക്കണം. അതായത് എച്ച് എമ്മിനെ ഒരു ടേമിലാക്കി എഴുതണം. ഇവിടെ u2 u1 അതെല്ലാം ഓരോ ടേം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എച്ച് എം കണ്ടുപിടിക്കാനായിട്ട് എച്ച് എമ്മിന് ഒരു ടേമിലേക്ക് എഴുതാനായിട്ട് അത് മാനോമെട്രിക് ഹെഡിന് എഴുതാനായിട്ട് നമ്മൾക്കറിയാം മാനോമെട്രിക് എഫിഷ്യൻസി അറിയാം. മാനോമെട്രിക് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? g ഇൻറ്റു എച്ച് എം ബൈ വി ഡബ്ല്യു u2 എന്നാണ്. അപ്പോൾ ഈ റിലേഷനിൽ നിന്നും നമുക്ക് എച്ച് എമ്മിന് ഇങ്ങനെ എഴുതാം. ദെർഫോർ എച്ച് എമ്മിനെ മാത്രം നിർത്തിയിട്ട് വേറെ ടേംസിനെ അതർ സൈഡിൽ കൊണ്ടുപോവാണ്. സോ ദെർഫോർ എച്ച് എം ഈക്വൽ ടു എന്താണ്? മാനോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു വി ഡബ്ല്യു ടു u2 ബൈ g എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ 2ൽ എച്ച് എമ്മിന് പകരം ഈ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈറ്റ മാനോ വി ഡബ്ല്യു ടു u2 ബൈ g എന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എച്ച് എം ഇൻ ഇക്വേഷൻ 2, സോ വി ഗെറ്റ് ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇക്വേഷൻ 2 എന്താണ്? u2 സ്ക്വയർ ബൈ 2g മൈനസ് u1 സ്ക്വയർ ബൈ 2g വിച്ച് ഈസ് ഈക്വൽ ടു എച്ച് എം ആണ്. സോ u2 സ്ക്വയർ ബൈ 2g മൈനസ് u1 സ്ക്വയർ ബൈ 2g എച്ച് എമ്മിന് പകരം ഈ വാല്യൂ അതാണ് ഈറ്റ മാനോ ഇൻറ്റു വി ഡബ്ല്യു ടു u2 ബൈ g. അതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണു? u2 u1 ഒക്കെ ഒന്ന് എഴുതുകയാണ് അല്ലേ. നമുക്കറിയാം u2 എന്ന് പറഞ്ഞാൽ എന്താണ്? u2 എന്ന് പറഞ്ഞാൽ അറിയാം പൈ d2 n/60 ആണ്. അതുപോലെ u1 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം പൈ d1 n/60 എന്ന് എഴുതാം. ഈ u2ൻ്റെയും u1ൻ്റെയും വാല്യൂ നമ്മൾ ഇക്വേഷൻ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷൻ 3 എഴുതിയിട്ടുണ്ടല്ലോ. ഇക്വേഷൻ 3ൽ u2നും u1നും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ഇവിടെ എന്തുണ്ട്? 2g ഉണ്ട്. രണ്ടിൻ്റെ ഡിനോമിനേറ്ററിൽ 2g ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കോമൺ ആണ് അല്ലേ, കോമൺ ആണ്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ 1/2g ഇൻറ്റു u2ൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. സോ 1/2g ഇൻറ്റു u2 എന്ന് പറയുമ്പോൾ പൈ d2 n/60 u2 സ്ക്വയർ അല്ല, അപ്പോൾ ഇത് ഹോൾ സ്ക്വയർ മൈനസ് 1/2g u1 സ്ക്വയർ ആണ്. അപ്പോൾ പൈ d1 n/60 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഈറ്റ മാനോ ഇൻറ്റു വി ഡബ്ല്യു ടു, അവിടെ വി ഡബ്ല്യു ടു u2 എന്നുണ്ടല്ലോ. ഇവിടെ ഈറ്റ മാനോ ഇൻറ്റു വി ഡബ്ല്യു ടു u2 ബൈ g എന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? വി ഡബ്ല്യു ടു u2ന് വരും പൈ d2 n/60 ബൈ g ഉണ്ട്. ഇവിടെ g ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രണ്ട് സൈഡും ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ രണ്ടും കോമൺ ആണ്. പൈ g 1/2g കോമൺ ആണ്. അതുപോലെ അകത്ത് നോക്കുകയാണെങ്കിൽ പൈ n കോമൺ ആണ്. പൈ സ്ക്വയർ ഉണ്ട്, എൻ സ്ക്വയർ ഉണ്ട്, പൈ സ്ക്വയർ ഉണ്ട്, എൻ സ്ക്വയർ ഉണ്ട്. അതിലിപ്പോൾ പൈ എൻ മാത്രം എടുത്തു. ഓക്കെ, പൈ സ്ക്വയർ എൻ സ്ക്വയർ ആണ്, അതിൽ പൈ എൻ മാത്രം എടുത്തു. അപ്പോൾ പൈ എൻ പുറത്തെടുത്തു. ഇവിടെ പൈ എൻ പുറത്തെടുത്തിട്ടുണ്ട്. എടുത്തിട്ട് ചെയ്യുമ്പോൾ പൈ എൻ പുറത്തെടുത്തിട്ട് ചെയ്തത് ഇവിടെ 2 ഉണ്ടല്ലോ, 2നെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവിടെ 60 ആണ്. അപ്പോൾ ഇവിടെ 2 അകത്ത് കൊണ്ടുപോകുമ്പോൾ 120 ആയി, ഇവിടെയും 120 ആയി. അപ്പോൾ എങ്ങനെ ചെയ്താൽ പൈ എൻ ബൈ g ഇൻറ്റു 60 ഇൻറ്റു പൈ d2 n ബൈ 120 മൈനസ് പൈ d1 സ്ക്വയർ n ബൈ 120 എന്നായി അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഈറ്റ മാനോ ഇവിടുത്തെ ടൈം അതേപോലെ തന്നെ വി ഡബ്ല്യു ടു പൈ d2 n ബൈ g ഇൻറ്റു 60 എന്ന് എഴുതി. അപ്പോൾ എന്തിനാണ് അപ്പോൾ ഇവിടെ 2 അകത്ത് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 60 പുറത്തെടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പുറത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്. ആ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്തു? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? ബാലൻസ് കട്ടായി പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ നമുക്കിവിടെ ഈ ടേംസ് ക്യാൻസലായിപ്പോയി. ഇവിടെ പൈ ഗെറ്റ് ക്യാൻസൽ, ഇവിടെ പൈ ഗെറ്റ് ക്യാൻസൽ, ഇവിടുത്തെ എൻ പോയി, ഇവിടുത്തെ 60 പോയി, ഇവിടുത്തെ 60 പോയി, ഇവിടുത്തെ ജി പോയി, ഇവിടെ ജി പോയി അല്ലേ. കാരണം ഇവിടെ 60 സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ 60 സ്ക്വയറിന് ഒരു 60 പുറത്തെടുക്കുകയാണ് ചെയ്ത്. അപ്പോൾ ഇവിടെ ഒരു 60 ഉണ്ടാവും. ദെൻ ആ 2ന് അകത്ത് മൾട്ടിപ്ലൈ, അതുകൊണ്ടാണല്ലോ ഇവിടെ 120 ആയത് അല്ലേ. അപ്പോൾ റിമൈനിങ് ടേംസ് എഴുതുമ്പോൾ ഇവിടെ ഈ മൊത്തത്തിൽ ഈ ടേം പോയിട്ടുണ്ട്. അതുപോലെ ഇവിടെ പൈ എൻ ജി 60 എന്നുള്ളത് പോയി. ഇപ്പോൾ ബാലൻസ് ആയിട്ടുള്ള ഇവിടെ പൈ d2 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പൈ d2 സ്ക്വയർ n ബൈ 120 മൈനസ് പൈ d1 സ്ക്വയർ n ബൈ 120 ഈക്വൽ ടു ഇവിടെ ഈറ്റ മാനോ ഇൻറ്റു വി ഡബ്ല്യു ടു d2 എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ്? ഇനി നമുക്ക് n ആണ് അല്ല, സ്പീഡാണ് കാണേണ്ടത്, n ആണ് കാണേണ്ടത്. അപ്പോൾ ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇവിടെ n മാത്രം നമ്മൾ ഒരു സൈഡ് ഉണ്ട്. അപ്പോൾ ഇതിലേതാ കോമൺ ഫാക്ടർ നോക്കുകയാണെങ്കിൽ പൈ n 120 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കോമൺ ആയിട്ടുള്ളത്. അതിന് നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ പൈ n ബൈ 120 ഇൻറ്റു d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു മാറ്റമില്ല, ഈറ്റ മാൻ ഇൻറ്റു വി ഡബ്ല്യു ടു d2 തന്നെയാണ്. ശരിയല്ലേ? ഈറ്റ മാൻ വി ഡബ്ല്യു ടു d2 ആണ്. അതുപോലെ എഴുതി. ഇപ്പോൾ ദെർഫോർ നമുക്ക് n ആണ് വേണ്ടത്. അപ്പോൾ n മാത്രം ഒരു സൈഡ് നിർത്തിയിട്ട് വേറെ എല്ലാ ടേംസിനും അതർ സൈഡ് കൊണ്ടുപോകാണ്. ഇതിലിവിടെ n നിർത്തിയിട്ട് ഈ പൈ ബൈ 120യും d2 സ്ക്വയർ മൈനസ് d1 സ്ക്വയറും റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോയി.
അപ്പോൾ n ഈക്വൽ ടു 120 മേലേക്ക് പോകും 120 ഇൻറ്റു ഈറ്റ മാനോ ഇൻറ്റു VW ഇൻറ്റു D2 ബൈ പൈ ഇൻറ്റു D2 സ്ക്വയർ മൈനസ് D1 സ്ക്വയർ എഴുതി. ഇനി ഇക്വേഷൻ 4 എന്ന് കൊടുത്തു. ഇതാണ് എന്ത് ഇക്വേഷൻ 4 ആണ്. ഇതാണ് എന്ത് മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് ഓഫ് ദ സെൻട്രിഫ്യൂഗൽ പമ്പ് എന്ന് പറയുന്നത്. അതായത് പമ്പിന് ഒരു മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുമ്പോഴുള്ള ഇക്വേഷനാണ് ഇത്. ഓക്കെ, അതായത് കണ്ടീഷൻ ഇതാണ്. മിനിമം സ്റ്റാർട്ടിങ്ങിനുള്ള കണ്ടീഷൻ എന്താണ്? പ്രഷർ റൈസ് ഇൻ ദി ഇമ്പല്ലർ മസ്റ്റ് ബി ഈക്വൽ ടു മാനോമെട്രിക് ഹെഡ് ആയിരിക്കണം അല്ലേ. അതായത് പമ്പ് ഡെലിവർ ചെയ്യണമെങ്കിലുള്ള കണ്ടീഷൻ എന്തായിരുന്നു? ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ മാനോമെട്രിക് ഹെഡിനാണ് പ്രഷർ ഇമ്പല്ലറിൽ റൈസ് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത് മാനോമെട്രിക് ഹെഡിന് ഈക്വലോ അതിൽ കൂടുതലായാൽ മാത്രമേ പമ്പ് സ്റ്റാർട്ട് ഡെലിവർ ചെയ്യുള്ളൂ. അതിൽ മിനിമം പമ്പിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ കണ്ടീഷൻ എന്തായിരിക്കും? മാനോമെട്രിക് ഹെഡിന് ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ ആ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡിൻ്റെ ഇക്വേഷനാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ വായിക്കാം. ദ ഡയമീറ്റേഴ്സ് ഓഫ് ആൻ ഇമ്പല്ലർ ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആർ 30 cm and 10 cm respectively. Determine the minimum starting speed of the pump if it work against a head of 30 meter. ഓക്കെ, നമുക്കൊരു സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പല്ലറിൻ്റെ ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. എവിടേക്കുള്ളത്? ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലൂടെ ഡയമീറ്റേഴ്സ് തന്നിട്ടുണ്ട്. 30 cm 60 cm തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ്. മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡായ n ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ്? വർക്കിംഗ് അഗെയിൻസ്റ്റ് എ ഹെഡ് ഓഫ് 30 meter. മാനോമെട്രിക് ഹെഡ് എത്ര 30 meter തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡാറ്റ എഴുതുമ്പോൾ ഇൻലെറ്റ് ഡയമീറ്റർ അതായത് D1 30 cm ആണ്. സോ വി ക്യാൻ റൈറ്റ് 0.3 meter എന്ന് എഴുതാം. D2 60 cm ആണ്. സോ 0.6 meter എന്ന് എഴുതാം. മാനോമെട്രിക് ഹെഡ് HM 30 meter എന്ന് എഴുതാം. നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് ഓഫ് ദ പമ്പ്, ദാറ്റ് ഈസ് n ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. അപ്പോൾ സൊല്യൂഷൻ നമുക്കറിയാം, വി നോ ദാറ്റ് ഫോർ മിനിമം സ്പീഡ് എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡിന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഇക്വേഷൻ n ഈക്വൽ ടു ഈറ്റ മാനോ VW2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റിലേഷനാണ് എഴുതിയത്. ബട്ട് എന്തുകൊണ്ട് ഇവിടെ ഈ U2 സ്ക്വയർ ബൈ 2G മൈനസ് U1 സ്ക്വയർ ബൈ 2G ഈക്വൽ ടു HM എന്ന് എഴുതി? ബിക്കോസ് നമുക്കിവിടെ ഇതാണ് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. 120 ഇൻറ്റു ഈറ്റ മാനോ ഇൻറ്റു VW2 D2 ബൈ പൈ D2 മൈനസ് D1 സ്ക്വയർ ആണ്. ഈ ഒരു റിലേഷനാണ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു മാനോമെട്രിക് എഫിഷ്യൻസി തന്നിട്ടുണ്ടാവണം അല്ലേ. അതേപോലെ മാനോമെട്രിക് എഫിഷ്യൻസി തന്നിട്ടുണ്ടെങ്കിൽ VW2ൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ടാവണം. അഥവാ ഇനിയിപ്പോൾ മാനോമെട്രിക് എഫിഷ്യൻസി തരാണ്ട് VW2ൻ്റെ വാല്യൂ ഒക്കെ തരണമെങ്കിൽ അവിടെ വെലോസിറ്റി ട്രയാങ്കിളിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടാകുമ്പോൾ ആംഗിൾ, ഇൻലെറ്റിലെ ആംഗിൾ, ഔട്ട്ലെറ്റിലെ ആംഗിളിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യണം. അതിനെക്കുറിച്ച് ഒന്നും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താണ് തന്നിരിക്കുന്ന ഡാറ്റാസ് എന്താണ്? ഡയമീറ്റേഴ്സാണ് തന്നത്. ഡയമീറ്റേഴ്സും നമുക്ക് മാനോമെട്രിക് ഹെഡ് മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഡയമീറ്റേഴ്സും മാനോമെട്രിക് ഹെഡ് മാത്രം തന്നപ്പോൾ നമുക്ക് കണ്ടീഷൻ അറിയണം, അതായത് കോൺസെപ്റ്റ് അറിയണം. മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡിനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? പ്രഷർ റൈസ് ഇൻ ഹെഡ് അല്ലേ, റൈസ് ഇൻ പ്രഷർ ഹെഡ് ഇൻ ദി ഇമ്പല്ലർ ഈക്വൽ ടു മാനോമെട്രിക് ഹെഡ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ആ കണ്ടീഷനിൽ എഴുതിയ ഒരു റിലേഷൻ ആയിരുന്നു ഇത് അല്ലേ. U2 സ്ക്വയർ ബൈ 2G മൈനസ് U1 സ്ക്വയർ ബൈ 2G ഈക്വൽ ടു HM എന്നുള്ള കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് കിട്ടും. എങ്ങനെ ആ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് കിട്ടുക? ഇവിടെ U2 ഉണ്ട്. U2ന് നമുക്ക് എങ്ങനെയാണ്? പൈ D2 n ബൈ 60 എന്ന് എഴുതാം. അതായത് U1 ഉണ്ട്. U1 നമുക്ക് എങ്ങനെ എഴുതാം? പൈ D1 n ബൈ 60 എന്ന് എഴുതാം. ഓക്കെ, കാരണം D1ഉം D2ഉം HMഉം മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ U2 കണ്ടുപിടിക്കുകയാണ്. U2 കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം പൈ D2 n ബൈ 60 ആണ്. സോ പൈ ഇൻറ്റു D2ൻ്റെ വാല്യൂ അറിയാം 0.6 ഇൻറ്റു n ബൈ 60 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് U2 ഇവിടെ എന്താണ്? എന്നിൻ്റെ ടേമിൽ കിട്ടി 0.03141 n എന്ന് പറഞ്ഞ് കിട്ടി. അതേപോലെ U1 പൈ D1 n ബൈ 60 എന്നാണ്. അപ്പോൾ പൈ ഇൻറ്റു D1 ആയ 0.3 ഇൻറ്റു n ബൈ 60 എന്ന് കിട്ടും. അപ്പോൾ 0.0157 n കിട്ടി. എന്നിൻ്റെ ടേമിൽ U1 കിട്ടി. ഇനി എന്ത് ചെയ്തു? നമ്മൾ എഴുതിയ റിലേഷൻ U2 സ്ക്വയർ ബൈ 2G മൈനസ് U1 സ്ക്വയർ ബൈ 2G ഈക്വൽ ടു HM എന്നില്ലേ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇവിടെയാണ് U2 സ്ക്വയർ. ദെയർഫോർ U2ന് പകരം എന്ത് കൊടുക്കണം? നമ്മൾ 0.03141 n ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കണം. അപ്പോൾ 0.03141 n ഹോൾ സ്ക്വയർ ബൈ 2G മൈനസ് U1 സ്ക്വയർ ബൈ 2G ആണ്. U1ന് പകരം 0.0157 n ഹോൾ സ്ക്വയർ ബൈ 2G എന്നിട്ടു, വിച്ച് ഈസ് ഈക്വൽ ടു HM ആണ്. HM എത്രയാണ്? 30 meter 30 എന്നിട്ടു. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം നമുക്ക്. ഇവിടെ നമ്മളിത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ സോൾവ് ചെയ്ത് ഇതിൽ 2G നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു. ഇവിടെ അപ്പോൾ രണ്ട് സൈഡ് നോക്കൂ, ഇവിടെ രണ്ട് n ടൈമാണ്, n സ്ക്വയർ കോമൺ ആണ്. അപ്പോൾ n സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു. ദെൻ ഇത് ബ്രാക്കറ്റിലിട്ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 0.03141 ഹോൾ സ്ക്വയർ മൈനസ് 0.0157 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 30 ഇൻറ്റു 2 ഇൻറ്റു G അതായത് 9.81 ചെയ്യുമ്പോൾ 588.6 എന്ന് കിട്ടി. അത് സോൾവ് ചെയ്യാണ്. അത് സോൾവ് ചെയ്യുമ്പോൾ
ഇവിടെ ഇനിയിപ്പോൾ ഏതാണ് ഈ ടൈം മാത്രമേ ഉള്ളൂ, ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ എൻ സ്ക്വയർ ഈക്വൽ ടു 588.6 ഡിവൈഡഡ് ബൈ അവിടെ ആ സോൾവ് ചെയ്ത വാല്യൂ 0.009866 മൈനസ് 0.002465 ചെയ്തു. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്ത് കിട്ടിയ വാല്യൂ 795297.9 ആണ്. ദാറ്റ് ഈസ് എൻ സ്ക്വയർ ആണ് കിട്ടിയത്. നമുക്ക് എൻ ആണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എൻ കിട്ടി നമുക്ക് 891.8 RPM എന്ന് കിട്ടി. സോ ഈ 891.8 RPM ആണ് the minimum starting speed of a pump. Okay, നമുക്കിനി മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡിൽ തന്നെ അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. The diameters of an impeller of a centrifugal pump at inlet and outlet are 30 cm and 60 cm respectively. The velocity of flow at outlet is 2 meter per second and the vanes are set back at an angle of 45 degree at the outlet. Determine the minimum starting speed of the pump if manometric efficiency is 70 mm. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് നോക്കിയ പ്രോബ്ലത്തിൽ ഈ ആംഗിളും കാര്യങ്ങളൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പഠിച്ച മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് നമ്മൾ ഡെറൈവ് ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തു. ബട്ട് നേരെ മറിച്ച് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആ പഠിച്ച ഫൈനൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാനായിട്ടുള്ളതാണ് തന്നിരിക്കുന്നത്. അതായത് ഇമ്പല്ലറിൻ്റെ ഡയമീറ്ററും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതായത് ഇൻലെറ്റിന് ഔട്ട്ലെറ്റിന് തന്നിട്ടുണ്ട്. 30 cm 60 cm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഫ്ലോ അറ്റ് ഔട്ട്ലെറ്റ് ഈസ് 2 meter per second എന്ന് പറഞ്ഞത് VF2 2 meter per second ആണ് തന്നിട്ടുണ്ട്. വെയിൻസ് ആർ സെറ്റ് ബാക്ക് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degree അറ്റ് ഔട്ട്ലെറ്റ്. അതായത് വെയിൻ ആംഗിൾ തന്നിട്ടുണ്ട് 45 degree എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, then 5 തന്നിട്ടുണ്ട് 45 degree. Then determine the minimum starting speed of the pump. Manometric efficiency തന്നെ 70% തന്നിട്ടുണ്ട്. സോ ഗിവൺ ഡാറ്റ തന്നു. ഡയമീറ്റർ D1 തന്നു 0.3 meter, D2 0.6 meter, VF2 തന്നു 5 തന്നു, മാനോമെട്രിക് എഫിഷ്യൻസി തന്നു, മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് കാണാൻ പറഞ്ഞു. അപ്പോൾ ആംഗിളും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ട് തന്നെ നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കണം. വെലോസിറ്റി ട്രയാങ്കിൾ വരച്ചിട്ടു. ദെൻ ഇനി നമ്മൾ എന്താണ് സൊല്യൂഷനിലേക്ക് പോവുകയാണ്. സൊല്യൂഷൻ പോകുമ്പോൾ നമുക്കറിയാം മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് കാണാനുള്ള ഇക്വേഷനാണ് N = 120 into manometric efficiency into VW2 into D2 divided by pi into D2 square minus D1 square ആണ്. അപ്പോൾ ഇതിൽ മാനോമെട്രിക് എഫിഷ്യൻസി ഗിവൺ ആണ്, D2 ഗിവൺ ആണ്, D1 ഗിവൺ ആണ്. ഓൺലി അൺനോൺ ആയിട്ടുള്ളത് ഇവിടെ VW2. അപ്പോൾ VW2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ, ഈ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് കാണാൻ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇല്ലെങ്കിൽ മാനോമെട്രിക് ഹെഡ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ ചെയ്ത പോലെ ചെയ്യാൻ കഴിയും. ബട്ട് ഇവിടെ എന്താണ് നമുക്ക് മാനോമെട്രിക് ഹെഡ് തന്നിട്ടില്ല. ഓക്കെ, ബട്ട് അപ്പോൾ VW2 കാണണമെങ്കിൽ നമുക്ക് എന്താണ് വെലോസിറ്റി ട്രയാങ്കിൾ വേണം. അപ്പോൾ വെലോസിറ്റി ട്രയാങ്കിൾ, ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ദിസ് ഈസ് അവർ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ഈ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടത് VW2 ആണ്. അപ്പോൾ VW2 കാണണമെങ്കിൽ എനിക്കിവിടെ 5യുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് എന്താ വരിക, ഇവിടെ നിന്ന് ഇത്രയും U2 ആണ്, ഇത് VW2 ആണ്. സോ this is adjacent side, so U2 minus VW2 എന്ന് എടുക്കാം. അപ്പോൾ tan phi എടുക്കുമ്പോൾ VF2 by U2 minus VW2 എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫ്രം ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ വി ക്യാൻ റൈറ്റ് tan phi equal to VF2 by U2 minus VW2 എന്ന് എഴുതാം. ഒക്കെ കാരണം ഇതെടുക്കാനുള്ള കാരണം 5യുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, VF2ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ VW2 കാണാനായിട്ട് ഇതിന് വേണ്ടി ഒന്ന് മാറ്റി എഴുതാം. U2 minus VW2 which is equal to VF2 by tan phi എന്ന് എഴുതാം. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് VW2 കാണണമെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എന്താണ് U2 കാണേണ്ടതായിട്ടുണ്ട്. U2ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് VW2 കാണാം. അപ്പോൾ U2 കാണണമെങ്കിൽ U2ൻ്റെ ഇക്വേഷൻ അറിയാം, pi D2 n/60 എന്നാണ്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുമ്പോൾ pi into 0.6 into n/60 ആണ്. അപ്പോൾ ഇവിടെ n അറിയില്ല. n എന്ന് പറഞ്ഞാൽ എന്താണ്, സ്പീഡാണ്. ആ സ്പീഡാണ് നമുക്ക് കാണേണ്ടത്, n അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ U2നെ n-ൻ്റെ ടേമിൽ അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചു. ദാറ്റ് ഈസ് 0.03141 n അങ്ങോട്ട് ഇട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഇക്വേഷനിൽ തന്നെ ഇപ്പോൾ VW2 ആണ് കാണേണ്ടത്. ഇനി U2നെ ആ സൈഡിലേക്ക് കൊണ്ടുപോയി. സോ VW2 = U2 minus VF2 by tan phi ആണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ കിട്ടിയ U2ൻ്റെ വാല്യൂ ഉണ്ട്, ആ U2ൻ്റെ വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് VW2 = U2ന് പകരം 0.03141 n എന്നും മൈനസ് VF2 തന്നിട്ടുണ്ട് 2 ആണ്, ഡിവൈഡ് ബൈ tan phi എത്ര 45 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി VW2 = ഇത് അതുപോലെ തന്നെ എടുത്ത് എഴുതി 0.0314 n എഴുതി. ഇവിടെ 2 by tan phi എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 2 ആണ് അല്ലേ, -2 എന്ന് എഴുതി. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് VW2 ഇൻ ഇക്വേഷൻ 1 വി ഗെറ്റ്, ഇക്വേഷൻ 1ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്കിവിടെ VW2 എന്ന് പറഞ്ഞാൽ ഒരു n-ൻ്റെ ടേമിൽ കിട്ടിയിട്ടുണ്ട്. ആ n-ൻ്റെ ടേമിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഇക്വേഷനിൽ ആകെ അൺനോൺ ആയിട്ടുള്ള റൈറ്റ് ഹാൻഡ് സൈഡിൽ അൺനോൺ ആയിട്ടുള്ള VW2 ആണ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ n ആണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു അൺനോൺ ആയത് n ആയിരിക്കും, റൈറ്റ് ഹാൻഡ് സൈഡിലും അൺനോൺ ആയിട്ടുള്ളത്
n ആയിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ VW2 എന്ന് പറയുമ്പോൾ 0.0314 n - 2 എന്ന് കിട്ടി. ഈ വാല്യൂ നമ്മൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 നമ്മൾ എഴുതും n = 120 ഇൻറ്റു മാനോമെട്രിക് എഫിഷ്യൻസി 0.7 ഇൻറ്റു VW2നെ നമ്മൾ എന്താണ് 0.03141 n - 2 ഇൻറ്റു 0.6 എന്ന് എഴുതി ഹോൾ ഡിവൈഡഡ് ബൈ, അതായത് D2 ആണ് ഇവിടെ 0.6 ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 0.6² - 0.3² എന്ന് എഴുതി. ഇനി ഇവിടെ സോൾവ് ചെയ്യാണ്. ഇവിടെ സോൾവ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ടേം മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി 50.4 എന്ന് കിട്ടി. ഇൻറ്റു 0.03141 n - 2 ഹോൾ ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു 0.36 - 0.09 എന്ന് കിട്ടി. ഇനി ഇത് വീണ്ടും ഒന്ന് സിംപ്ലിഫൈ ചെയ്യാണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ക്യാൻ right n = 59.417 into 0.03141 n - 2 എന്ന് എഴുതാം. സോ n = ഇവിടെ ഈ ടേമിനകത്ത് മൾട്ടിപ്ലൈ ചെയ്തു. സോ 1.866 n - 118.834 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഒരു n ടേം ഉണ്ട്, ഇവിടെ ഒരു n ടേമിന് മാത്രം ഒരുമിച്ചെടുത്തു. അപ്പോൾ ഇവിടെ 1.86 n ആണ്, ഇവിടെ 1 n ആണ്. ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോയി, ഇതിനെ ഓപ്പോസിറ്റും കൊണ്ടുപോയി. അപ്പോൾ 1.866 n - n which is equal to 118.834. സോ ഇവിടെ ചെയ്യുമ്പോൾ 0.866 n ആണ്, ഇവിടെ 118.834 ആണ്. സോ n ചെയ്യുമ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി എത്രയാണ്? 137.22 RPM എന്ന് കിട്ടി. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ഒന്നുമില്ല, ഈസി പ്രോബ്ലം തന്നെയാണ്, ജസ്റ്റ് ഒരു സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, ലോജിക്കാണ്. VW2 കാണാൻ വേണ്ടി ചെയ്യുമ്പോൾ നമുക്ക് n-ൻ്റെ ടേമിൽ തന്നെയാണ് കിട്ടിയത്. ആ ഇക്വേഷനിൽ അതിനെ n-ൻ്റെ ടേമിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തു, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തു ഫൈനൽ ആൻസറിലേക്ക് എത്തിച്ചു. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.